എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയൊരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ വറുത്തരച്ച് വെക്കാൻ പോകും. ഓക്കെ, നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ട 2 ചിക്കൻ നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നാളികേരവും എടുത്തിട്ടുണ്ട്. ഞാനൊരു 2 മുറി നാളികേരം എടുത്തു. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇവ ചെറുതായിട്ട് ചോപ്പ് ചെയ്തു. പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് സവാളയും കൂടി ചേർത്തിട്ടുണ്ട്. സവാള ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉരുളിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അടുക്കളയിൽ നല്ല ചൂടായതുകൊണ്ട് ഞാൻ ജനലൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതേ പുറത്ത് നല്ല കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ നാളികേരം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളൊന്ന് ഇളക്കി അടി പിടിക്കാതെ കരിയാതെ ചെയ്യണം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ തീ പിടിച്ച് കരിഞ്ഞു പോകും ഗൈസ്. അപ്പോൾ നമ്മളിതേ ഉരുളി വെച്ചു. ഉരുളിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില എന്നിവ ഇട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അപ്പുറത്തെ ഗ്യാസിൽ ഇതിരിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഇത് നാളികേരം ഇരിക്കുന്നുണ്ട്. അതും ഒന്ന് മറക്കാതെ ഇളക്കി കൊടുക്കണം. കാര്യം ഇതിൻ്റെ ഒപ്പം അതായി കഴിഞ്ഞാൽ നമ്മുടെ പണി വേഗം തീരും ഗൈസ്. അപ്പോൾ നമ്മളിത് സവാള ഇട്ടു. പിന്നെ അത് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാളികേരം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് തീ അപ്പം നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കരിഞ്ഞ് പോകും മുളക് പൊടി. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെക്കുകയോ അല്ലെങ്കിൽ അത് നിർത്തിയിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മിക്സായി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ചിക്കൻ അവിടെ കിടന്ന് വെന്തോളും. അപ്പോൾ നമ്മുടെ നാളികേരം ചൂടാറിയിട്ടുണ്ട്. നമുക്കത് മിക്സിയിലേക്ക് ഇട്ട് നല്ലോണം അരച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറിയിൽ നിന്ന് വെള്ളം ഇറങ്ങി ഏകദേശം ചിക്കനും വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കുറച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതെല്ലാം പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഉരുളി ഇറക്കി വയ്ക്കാവുന്നതാണ്. ആവശ്യത്തിന് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പുളി ഉണ്ടാവും ചിക്കൻ കറിക്ക്. പുളി ആവശ്യമുള്ളവർക്ക് ഇത് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് നോക്കണ ആളാണ് കേട്ടോ. ടേസ്റ്റ് നോക്കാൻ പോണി സംഭവം കൊടുക്കണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയും. എങ്ങനെയുണ്ട് നോക്കിയേ, തിന്നോക്കിട്ടോ ശരിക്കും പറ. എങ്ങനെയുണ്ട്? ആമ്പോ താങ്ക് യു. ഇനി ചേച്ചി ടേസ്റ്റ് നോക്ക്. ചൂടുണ്ടാ? ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ കറി വയ്ക്കാറുണ്ട് കേട്ടോ, ഈ തേങ്ങ അരച്ച്. നോക്കാം, തിന്നോക്കിട്ട് ശരിക്കുള്ള അഭിപ്രായം പറ. എല്ലാവരും പറയും ഞാൻ മാത്രം നിന്ന് അഭിപ്രായം പറയരുതെന്ന്. സൂപ്പർ സൂപ്പറായിട്ടുണ്ടോ? ആ ചിക്കൻ്റെ അഭിപ്രായം കഴിച്ചു നോക്കൂ. ചാറുണ്ട് അടിപൊളി. കഷ്ണം കഴിച്ചു നോക്കൂ. സൂപ്പറായോ? നോക്കിയേ, കണ്ടിട്ടൊക്കെ കുഴപ്പമില്ല. കഴിച്ചു നോക്ക്. ഗ്രേവി എങ്ങനെയുണ്ട്? ഗ്രേവി അടിപൊളിയായോ? അത് മസാല പിടിച്ചിട്ടുണ്ട്. ചിക്കൻ വന്നിട്ടുണ്ട്, മസാല പിടിച്ചിട്ടുണ്ട്. സൂപ്പറായോ? ഉപ്പ് അല്ലാണ്ടല്ലേ? ടേസ്റ്റ് നോക്കൂ. പവിച്ചാണ് ടെസ്റ്റർ. ചാറ് നോക്കൂ. ഗ്രേവി പൊളിയാ. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ആയിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് ഗൈസ്. അപ്പത്തിനും ചോറിനൊപ്പം നമുക്ക് നല്ലോണം കഴിക്കാൻ പറ്റും. നമ്മൾ ഈ പറവൂർ സ്റ്റൈലില് ഈ എന്താ പറയാ ചെമ്മീനും ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ കടച്ചൊക്കെ ഇട്ട് തേങ്ങ അരച്ചൊക്കെ റെസിപ്പി ഇല്ലേ, ആ ഒരു റെസിപ്പി പോലെ ഇരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.